ഹലോ ഗൈസ്, നമുക്കൊരു മിനിയേച്ചർ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയാലോ? അതിന് ആദ്യമേ നമുക്ക് വേണ്ട കാർഡ്ബോർഡ് എടുക്കാം. മിനിയേച്ചർ ആയതുകൊണ്ട് കുഞ്ഞു പീസാണ്. സോ ഞാൻ ഈ പെട്ടിട്ട് 4 സൈഡ് ഇങ്ങനെ കണ്ടിച്ചെടുക്കുന്നു. എനിക്ക് ഇത്രയും വീതി നീളം മതി, അതുകൊണ്ടാണ്. എന്നിട്ട് 4 പീസ് എടുക്കുന്നു. എനിക്ക് സൈഡിൽ 3 സെൻറ്റിമീറ്റർ വീതി മതി. സോ ഇത് 6 സെൻറ്റിമീറ്റർ വീതി ആയതുകൊണ്ട് അതിനെ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യുന്നു. അതിന് വേണ്ടി നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണ്. ഞാൻ കൈ കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ എങ്കോണിച്ചിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ സ്കെയിൽ വെച്ചങ്ങ് മുറിക്കുന്നു. എന്നിട്ട് 2 പീസായിട്ട് നമ്മൾ നടുക്കത്തെ പീസിനോട് വെച്ച് നോക്കുക. 2 സൈഡുമായി ബാക്ക് പോർഷനുമായി. ഇനി നമുക്ക് വേണ്ടത് സൈഡാണ്. അതിനും 6 സെൻറ്റിമീറ്റർ വീതി ഉള്ള കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ ഞാൻ 3 സെൻറ്റിമീറ്ററാണ് എടുത്തത്. പക്ഷേ 3 വേണ്ട, കാരണം പുറകിലെ കാർഡ്ബോർഡും കൂടെ വരുമ്പം ഫ്രണ്ടിലെ ഒരുമാതിരി തള്ളി നിൽക്കും. സോ 2.8 വല്ലതും എടുത്തിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് 4 പീസ് വേണം. അതിനുള്ള 4 പീസ് മുറിച്ചെടുക്കാം. ഇവിടെ നമുക്ക് 4 3 7 പീസാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ, ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. ഇനി നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പം ഒട്ടിച്ചിട്ട് 2 സൈഡും കവർ ആകാനായിട്ട് മടക്കുക. കട്ട് ചെയ്തിട്ട് പച്ച തേച്ച് നമ്മൾ അകത്തോട്ട് മടക്കി വെക്കും. അന്നേരം നമുക്ക് നീറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ സൈഡ് കവർ ആകാതെ വരും. അങ്ങനെ നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുക്കുക. ഇനി പച്ച തേച്ചിട്ട് കൂട്ടി ഒട്ടിക്കുക. ഇതിപ്പം നോർമൽ കാർഡ്ബോർഡും പേപ്പറൊക്കെ ആയതുകൊണ്ട് ഈ നോർമൽ പശ വെച്ചാണ് നമ്മൾ ഒട്ടിച്ചിടുക, ഇരിക്കും. നിങ്ങൾക്ക് ഇത്രയും കൂടെ സ്ട്രോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോളോ ഫെവിബോണ്ടോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പം നോർമൽ വാട്ടർ ബേസ്ഡ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ തട്ടുകൾ മുഴുവൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വിടുക. പശ വെച്ച് വെട്ടിച്ചട്ടിച്ചിട്ട് ഓക്കെ. അറേഞ്ച്മെൻറ്റ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കമ്മിറ്റിക്ക് പൂർണ്ണ അധികാരമുള്ളതിനാൽ ഞാൻ അറേഞ്ച്മെൻറ്റ്സിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി. തട്ടിൻ്റെ വീതി കുറച്ചിട്ട് 3 തട്ടായിട്ട് ഒതുക്കി. ഓക്കെ, ഒന്നുമില്ല, തട്ടിൻ്റെ വലിപ്പം കാണിക്കാനായിട്ട്, ഷെൽഫിൻ്റെ വലിപ്പം കാണിക്കാനായിട്ടാണ് ആ ഗ്ലൂവിനെടുത്ത് സൈഡിൽ വെച്ചത്. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്ത് തേങ്ങയ്ക്കാണ് ഇവിടെ ഷെൽഫ് ഉണ്ടാക്കിയതെന്ന്. ഇവിടെയുണ്ട് കൈമറ്റം എങ്ങനെയുണ്ട്? ഇത് മുഴുവൻ ഞാൻ വായിച്ചു തീർത്ത ബുക്സിൻ്റെ മിനിയേച്ചറുകളാണ്. ലൈബ്രറിയിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെ ആയിട്ട് വായിച്ചതാണ്. സോ എല്ലാം എനിക്ക് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് നിലവിൽ അത്ര പ്രാക്ടിക്കൽ അല്ല. സോ ഒന്നും നോക്കിയില്ല, ഞാൻ കുത്തിയിരുന്ന് ഉണ്ടാക്കിയെടുത്ത്. ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. ബുക്ക് അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ലാസ്റ്റ് ചെറിയൊരു ലൈവ് കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചെടുക്കുക. അപ്പം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ